നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലഡാക്കിലെ ലേയിൽ ഭൂചലനം. ഇന്ന് പുലർച്ചെ ആണ് ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. മേഖലയിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 4:33 5 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം 34.73 അക്ഷാംശത്തിലും 77.07 രേഖാംശത്തിലുമാണ്. ലേയിലും ലഡാക്കിലും കൂടാതെ കിഷ്ത്വർ ജില്ലയിലും ശക്തി കുറഞ്ഞ ഭൂചലനം ഉണ്ടായി. പുലർച്ചെ 1:10 റിക്ടർ സ്കെയിലിൽ 3.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഭൂമിക്കടിയിൽ 5 കിലോമീറ്റർ താഴ്ചയിലാണ് പ്രഭവ കേന്ദ്രം. ഭൂചലനമുണ്ടായ 3 സ്ഥലങ്ങളും ആളപായമോ നാശനഷ്ടമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഡിസംബർ 8-ാം തീയതി അതായത് ആഴ്ചകൾക്ക് മുന്നേ തന്നെ നമ്മുടെ രാജ്യത്തെ മറ്റ് ചില സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലും കർണാടകയിലും ഭൂചലനം ഉണ്ടായി. തമിഴ്നാട് ചെങ്കൽപ്പേട്ടിലായിരുന്നു ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു രാവിലെ 7:39 ഉണ്ടായത്. എന്നാൽ നാശനഷ്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. മാത്രമല്ല, കർണാടകയിലെ വിജയപുരയിലും ചെറു ഭൂചലനം ഉണ്ടായി. പുലർച്ചെ 6:52 ഭൂചലനം ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രതയായിരുന്നു രേഖപ്പെടുത്തിയത്. നാശനഷ്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എക്സ് പോസ്റ്റിലൂടെ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി ആ ഭൂകമ്പത്തെക്കുറിച്ച് വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു: 16.77 അംശാംശത്തിലും 75.87 രേഖാംശത്തിലുമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. മാത്രമല്ല, അസമിലെ ഗുവാഹത്തിയിൽ റിക്ടർ സ്കെയിലിൽ 3.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി നേരത്തെ അറിയിച്ചിരുന്നു. NCS പങ്കുവച്ച കണക്കുകൾ പ്രകാരം ഈ ഗുവാഹത്തിയിലുണ്ടായ ഭൂചലനം 5:42 ഉണ്ടായത്. 26.63 അക്ഷാംശത്തിലും 92.08 രേഖാംശത്തിലുമായി കണക്കാക്കിയതായി NCS അറിയിച്ചിരുന്നു. ഭൂചലനങ്ങൾ 5 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഉണ്ടായത്. അതേസമയം കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഈ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് ശ്രദ്ധേയമാണ്. പ്രവർത്തനങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം വടക്കേ ഇന്ത്യയിലും നേപ്പാളിലും ഇടയ്ക്കിടെ മിതമായ ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്നത് സാധാരണമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പടിഞ്ഞാറൻ നേപ്പാളിലെ അൽമോറ തകരാറ് കാരണമാണ് ഉത്തരേന്ത്യയിലെയും നേപ്പാളിലെയും ചിലയിടങ്ങളിൽ ഭൂകമ്പങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം ലോക്സഭയിലെ ചോദ്യത്തിന് രേഖാമൂല്യം നൽകിയ മറുപടി പറഞ്ഞിരുന്നു. ഉത്തരേന്ത്യയിലും നേപ്പാളിലും ജനുവരി മുതൽ നവംബർ വരെ 3.0 മുതൽ 3.9 വരെ തീവ്രതയുള്ള 97 ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടതായി മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.